മജ്ലിസ് എന്ന് പറയുമ്പോൾ ഇന്നൊരുപാട് മജ്ലിസുകൾ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന, പള്ളികളിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകൾ, അതുപോലെ പല മജ്ലിസുകളും നാടുകളിൽ നടക്കാറുണ്ട്. അത്തരം മജ്ലിസുകളിലൊക്കെയും നാം കൂടുന്നവരാകണം. ഒരിക്കലും തന്നെ ഒരു മജ്ലിസിനെയും നാം കൊച്ചാക്കാൻ പാടില്ല, ചെറുതാക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എപ്പോഴും നല്ലത് മാത്രമായിരിക്കണം. നമ്മുടെ ചിന്തകൾ നന്നായിരിക്കണം. ഒരിക്കലും ചിന്തകൾ മോശമാകാൻ പാടില്ല. നമ്മുടെ നീയത്തിനിക്കാണ് പ്രതിഫലമുള്ളത്. അതുകൊണ്ട് നീയത്ത് നന്നാക്കി ഈ മജ്ലിസുകളിൽ ഇരിക്കുക. ഏത് മജ്ലിസിൽ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ നീയത്ത് നന്നാക്കണം. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞു 3 കാര്യങ്ങൾ. അതിൻ്റെ ശേഷം അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഞാൻ പറയുന്ന ഹദീസുകളെ നിങ്ങൾ നല്ലോണം മനഃപ്പാടമാക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോളം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, അമല്ലദീ ഉഹദ്ദിസുക്കും ഫഹ്ഫളൂ, ഞാൻ നിങ്ങളോട് മനഃപ്പാടമാക്കാൻ വേണ്ടി പറയുന്ന ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, ഇന്നമദ്ദുന്യാ ലി അർബഅത്തി നഫർ. ഈ ദുനിയാവ് എന്ന് പറയുന്ന ഈ ദുനിയാവ് 4 വിഭാഗത്തിനുള്ളതാണ്. 4 വിഭാഗം ജനങ്ങൾക്കാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് ഉള്ളത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ, ഒരു അടിമക്ക് അല്ലാഹു തആല മുതൽ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, വ ഇൽമൻ, ഇൽമും കൊടുത്തു. മുതലും കൊടുത്തു, ഇൽമും കൊടുത്തു. അള്ളാഹു വേണ്ടത്ര മുതൽ സമ്പത്ത് കൊടുത്തു, അതോടൊപ്പം അള്ളാഹു ഇൽമു കൊടുത്തു. ഫഹുവ യത്തഖീ ഫീഹി റബ്ബഹു, അയാൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് അയാൾ അതുകൊണ്ട് ജീവിച്ചു. വയസ്സിലു റഹിമഹു, കുടുംബബന്ധം ചേർത്തു. വയഅമലു ലില്ലാഹി ഫീഹി ബിഹഖിഹി, യഥാർത്ഥ രൂപത്തിൽ തന്നെ അയാളുടെ ഇൽമിനെയും അയാളുടെ സമ്പത്തിനെയും അയാൾ ചെലവഴിച്ചു. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച്, അള്ളാഹിൻ്റെ കൽപ്പനയനുസരിച്ച് അയാളെ ഇൽമും അയാളെ സമ്പത്തും എല്ലാം അയാൾ ചെലവഴിച്ചു. അങ്ങനെയുള്ള ഒരാൾ ഫഹാദാ ബി അഫ്ളലിൽ മനാസിൽ, ഇതാണ് ഏറ്റവും ഉന്നതമായ വിഭാഗം എന്ന് പറയുന്നത് ഇവരാണ്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു, ഇൽമും കൊടുത്തു. അതിന് വേണ്ടതുപോലെ മുറ പോലെ അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് ചെലവഴിക്കുകയും ഇൽമിനെ വേണ്ടതുപോലെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഒരു ആലിമായ പണക്കാരൻ എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ആലിമായ പണക്കാരൻ, വേണ്ടതുപോലെ ജീവിതത്തിൽ അതിനെ അള്ളാഹ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിച്ച ആലിമായ പണക്കാരൻ. അതാണ് ഒരു വിഭാഗം. ഇത് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു വിഭാഗമാണ് ഇത്. രണ്ടാമതായി അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, അബ്ദുൻ റസഖഹുല്ലാഹു ഇൽമം, ഒരാൾക്ക് അള്ളാഹു ധാരാളം ഇൽമു കൊടുത്തു, വലിയ ആലിമാണ്. വലം യർസുഖുഹു മാലൻ, പക്ഷേ അള്ളാഹു അയാൾക്ക് മുതലിനെ കൊടുത്തില്ല, സമ്പത്ത് കൊടുത്തില്ല, പാവപ്പെട്ടവനാണ്. ജീവിതമാർഗം തന്നെ കഷ്ടത്തിലായിരിക്കുന്ന ഒരു ആലിമ്, വലിയ ഇൽമുള്ളവനാണ്, പക്ഷേ എന്തില്ല, സമ്പത്തില്ല. അങ്ങനെയുള്ള ഒരാൾ ഫഹുവ സാദിഖുൻ നിയ്യ, പക്ഷേ അയാളെ നീയത്ത് നല്ല നീയത്താണ്, നല്ല നീയത്തുള്ള ഒരാളാണ്. യഖൂലു, ആ നീയത്തുള്ള അയാൾ പറയും, ലൗ അന്നലീ മാലൻ ലഅമിൽതു ബി അമലി ഫുലാൻ, അള്ളാഹു എനിക്കെങ്ങാലും മുതൽ തന്നിരുന്നെങ്കിൽ ഇന്ന പണക്കാരനായ ആലിമുണ്ടല്ലോ, ആ ആലിം ചെയ്തതുപോലെയുള്ള പ്രവൃത്തി ഞാനും ചെയ്യുമായിരുന്നു. ആ ആലിം സമ്പത്തിനെ ചെലവഴിക്കുന്നത് പോലെ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനും ചെലവഴിക്കുമായിരുന്നു. അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെലവാക്കും എന്നുള്ള നല്ല നീയത്ത് അയാൾക്കുണ്ട്. അയാളിൽ മുതലില്ല, പക്ഷേ അയാൾക്ക് മുതൽ കിട്ടി ഞാൻ അങ്ങനെ ആക്കൂ എന്നുള്ള നല്ല നീയത്തുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ആലിമീങ്ങളൊക്കെ സമ്പത്ത് കുറഞ്ഞവരാണ്. പക്ഷേ ആലിമീങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങളും വലിയ വലിയ ദർസുകളൊക്കെ ഉണ്ടാക്കുന്നത്, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഇതുപോലെയുള്ള ദീനി സേവനങ്ങൾ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിയവരാണവർ. പക്ഷേ അവരെ കയ്യിലില്ലാത്തത് കൊണ്ട് അവർ പണക്കാരെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങുന്നു. എന്നിട്ട് ചോദിച്ച് വാങ്ങിയിട്ട് വലിയ വിപ്ലവകരമായ സ്ഥാപനങ്ങളും വിപ്ലവകരമായ ദീനി മുന്നേറ്റങ്ങളും അവരുണ്ടാക്കി തരുകയാണ്. അള്ളാഹു അവർക്കൊക്കെയും ബറക്കത്ത് നൽകുമാറാകട്ടെ, വലിയ ഇസ്സത്ത് നൽകുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു ആലിമ് സ്വാദിഖുൻ നീയത്ത് നല്ല നീയത്ത് നന്നാക്കിയ ഒരു ആലിം, അയാൾ സമ്പത്തില്ലെങ്കിലും അയാൾക്ക് ഉള്ള ഇൽമുള്ളതോടുകൂടെ അയാൾ സമ്പത്ത് കിട്ടിയാൽ ഞാൻ ഇങ്ങനെ പണക്കാരനായ ആലിം അള്ളാഹുവിൻ്റെ വഴിയിൽ ഏത് രൂപത്തിലാണോ ചെലവഴിക്കുന്നത് ഇതുപോലെ ഞാനും ചെലവഴിക്കും എന്നയാൾ നീയത്ത് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ ആളാണ്. ഫഅജ്റുഹുമാ സവാഉൻ, ഇയാൾക്കും ആ നേരത്തെയുള്ള പണക്കാരനും ഒരേ കൂലിയാണ്. ഇയാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ സമ്പത്ത് കിട്ടിയാൽ ഞാൻ ആ നിലക്ക് ചെലവഴിക്കുമെന്നുള്ള നീയത്താണ് ഇയാളിലുള്ളത്. അതുകൊണ്ട് അയാൾക്ക് ആ പണക്കാരനായ ആലിമ് ചെലവഴിക്കുന്ന അതേ പ്രതിഫലം ഈ പാവപ്പെട്ടവനായ ആലിമിനിക്കും ഉണ്ട്. അപ്പം 2 വിഭാഗമായി മൂന്നാമത്തെ വിഭാഗം ഏതാണ്?
വഅബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വലം യർസുഖുഹു ഇൽമാ, ഒരു അടിമക്ക് അല്ലാഹു മുതൽ ധാരാളം കൊടുത്തോ, വലം യർസുഖുഹു ഇൽമൻ, അയാൾക്ക് അല്ലാഹു ഒരിത്ര പോലും ഇൽമ് കൊടുത്തില്ല, അറിവ് പഠിച്ചില്ല, അയാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഫഹുവ യതഹബ്ബതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ, അയാൾ അറിവില്ലാത്ത കാരണം കൊണ്ട് അയാളുടെ ഈ മുതലിനെ അയാൾ നശിപ്പിച്ചു കളഞ്ഞു. ലാ യത്തഖീ ഫീഹി റബ്ബഹു, റബ്ബിനെ അയാൾ ഭയന്നില്ല, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചില്ല. വലാ യസ്ലു ഫീഹി റഹിമഹു, കുടുംബബന്ധം ചേർത്തില്ല. വലാ യഅമലു ഫീഹി ബിഹഖിൻ, വലാ യഅമലു ഫീഹി ഹഖിൻ, അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ അയാൾ അതിനെ ചെലവഴിച്ചില്ല, അയാളെ മുതലിന്. ആ നിലക്കുള്ള ഒരു പണക്കാരൻ, അയാൾക്ക് ഇൽമില്ല, പക്ഷെ അയാൾ ഏറ്റവും മോശക്കാരനാണ്. അയാളുടെ സമ്പത്ത് കൊണ്ട് ഒരുപാട് സിനിമ ടാക്കീസുകൾ ഉണ്ടാക്കി, വ്യഭിചാരശാലകൾ ഉണ്ടാക്കി, ഡാൻസ് ക്ലാസ്സുകൾ ഉണ്ടാക്കി, അതുപോലെയുള്ള ഹറാമായ കാര്യങ്ങൾ, കള്ള് ഷാപ്പുകളും മറ്റുമായി ഹറാമിനിക്ക് മുഴുവനും ചെലവഴിച്ചു. എല്ലാ തെറ്റുകൾക്കും അയാളുടെ സമ്പത്ത് ചെലവഴിച്ചു. പക്ഷേ ദീനിയായ ഒരു കാര്യങ്ങൾക്കും അയാൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള സമ്പത്തുള്ള പണക്കാരൻ, ഇത് മൂന്നാമത്തെ ഒരാളാണ്. ഫഹാദാ ബി അഖ്ബസിൽ മനാദിൽ, ഇതാണ് ഏറ്റവും മോശമായ സ്ഥാനത്തുള്ളവൻ, ഏറ്റവും മോശക്കാരൻ ഇവനാണ്. അവനിക്ക് സമ്പത്തുണ്ട്, അവനിക്ക് ഇൽമില്ല, പക്ഷെ ആ സമ്പത്തിനെ അവൻ ദീനി കാര്യങ്ങളിൽ ഉപയോഗിച്ചില്ല, മറിച്ച് ദീനിനെതിരായി മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ആ മുതലിനെ ഉപയോഗിച്ചു. ഇവനാണ് ഏറ്റവും മോശക്കാരൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നാലാമത്തെ വിഭാഗത്തിന് അള്ളാഹിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നു. വഅബ്ദുൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമ, ഒരാൾക്ക് അള്ളാഹു സമ്പത്തും കൊടുത്തില്ല, ഇൽമും കൊടുത്തില്ല. ഒരാളെ അള്ളാഹു സമ്പന്നനും ആക്കിയില്ല, ആലിമും ആക്കിയില്ല, ഇൽമും ഇല്ല, സമ്പത്തും ഇല്ല. സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇൽമില്ലാത്തവരും സമ്പത്തും രണ്ടും ഇല്ലാത്ത ഒരാളായിട്ട് അള്ളാഹു ഒരാളെ ആക്കി. ഫഹുവ യഖൂലു, പക്ഷേ അയാൾ പറയുന്നു, ലൗ അന്നലീ മാലൻ, എനിക്കെങ്ങാലും മുതലുണ്ടായാൽ, സമ്പത്തുണ്ടായാൽ, ല അമിൽതു ഫീഹി ബി അമലി ഫുലാൻ ഫഹുവ നിയ്യത്തുഹു, അയാളുടെ നീയത്ത് ആ മോശക്കാരനായ ആ ഡാൻസ് ക്ലാസ് നടത്തുന്ന പണക്കാരനുണ്ടല്ലോ, ആ വ്യഭിചാരശാല നടത്തുന്ന പണക്കാരനുണ്ടല്ലോ, ആ സിനിമ ടാക്കീസ് നടത്തുന്നവനുണ്ടല്ലോ, അതുപോലെയുള്ള മോശത്തരങ്ങളിൽ മുഴുവനും ഏർപ്പെടുന്ന ആ പണക്കാരനുണ്ടല്ലോ, അയാളുടെ പൈസ ചെലവാക്കുന്നത് പോലെ എനിക്കെങ്ങാലും വന്ന സമ്പത്ത് തന്നാൽ ഞാനും ചെലവഴിക്കും എന്നുള്ള നീയത്തുള്ള ഒരു സാധാരണക്കാരനായി ഇൽമും സമ്പത്തും ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അയാളും ആ മോശക്കാരനായ പണക്കാരനും കൂലിയിൽ സമമാണ്. അയാൾക്കും ആ പണക്കാരനുക്കുള്ള അതേ ശിക്ഷ ഇയാൾക്കുമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ 4 വിഭാഗത്തിനെ പരിചയപ്പെടുത്തി. ആരെല്ലാം? ഒന്ന്, അള്ളാഹു ഇൽമും കൊടുത്തു, സമ്പത്തും കൊടുത്തു, അത് മുഴുവനും അള്ളാഹു പൊരുത്തപ്പെട്ടതായ വഴിയിൽ ചെലവഴിക്കുന്ന ഒരു വിഭാഗം, അവരാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അള്ളാഹു ഇൽമിനെ കൊടുത്തു, സമ്പത്ത് കൊടുത്തില്ല. ആ സമ്പത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ വിഷമിച്ചില്ല, പക്ഷേ അയാൾ ആഗ്രഹിച്ചു, അയാൾക്ക് കിട്ടിയതുപോലെ, ആ മറ്റേ ആലിമായ പണക്കാരനിക്ക് കിട്ടിയതുപോലെ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ അയാൾ ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമ്പത്തിനെ ഉപയോഗിക്കുന്നത് പോലെ ഞാനും എൻ്റെ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ ആ സമ്പത്തിനെ ഞാനും അതുപോലെ ഉപയോഗിക്കും, എൻ്റെ ഇൽമും എൻ്റെ സമ്പത്തും ഒരുപോലെ ഞാൻ ദീനിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ ആൾ, അയാൾക്കും ആ വലിയ പണക്കാരനായാലും എനിക്ക് കിട്ടുന്ന അതേ സ്ഥാനമാണ്. മൂന്നാമത്തതായി പറഞ്ഞത് ഒരു മോശക്കാരനായ വലിയ പണക്കാരനാണ്, അയാൾക്ക് ഇൽമില്ല, അയാളുടെ പണം കൊണ്ട് അയാൾ മോശത്തരങ്ങളും എല്ലാ ഹറാമിയത്തുകളും ആ പണം കൊണ്ട് അയാൾ ചെയ്യുന്നു, ദീനിന് നൽകാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കുടുംബബന്ധം ചേർക്കുന്നില്ല. അങ്ങനെയുള്ള പണക്കാരൻ എല്ലാ മോശത്തരം ചെയ്യുന്നവനാണ്, അവൻ ഏറ്റവും താണവനാണ്, ഏറ്റവും മോശക്കാരനും ഏറ്റവും ശിക്ഷാർഹനുമാണ്. അങ്ങനെയുള്ളവൻ മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം പറഞ്ഞത് സമ്പത്തും ഇല്ല, ഇൽമും ഇല്ല, രണ്ടും ഇല്ല, പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് ആ മോശക്കാരനെ പോലെ ഞാനാകും, എനിക്ക് പൈസ കിട്ടിയെങ്കിൽ, എനിക്ക് സമ്പത്ത് കിട്ടിയാൽ ആ മോശക്കാരനായ ആ പണക്കാരൻ ഏത് രൂപത്തിലാണോ ഹറാമിയത്തുകൾ ചെയ്യുന്നത്, ഇതുപോലെ എൻ്റെ സമ്പത്തിനെ ഞാൻ ആ ഹറാമിനിക്ക് വേണ്ടി ഉപയോഗിക്കും. ഈ നിലക്ക് ചിന്തിച്ച അവനിക്കും അതേ പണക്കാരൻ്റെ ആ തെറ്റിൻ്റെ ശിക്ഷ ഇവനിക്കുമുണ്ട്. ഇവൻ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാൻ ഇവൻ്റെ കയ്യിൽ സമ്പത്തില്ല, അതേ സമയത്ത് അവനെപ്പോലെ ഞാൻ ചെയ്യുമെന്ന് നീയത്ത് വെച്ചല്ലോ, അവൻ്റെ അതേ കുറ്റം ഇവനിക്കുണ്ട്. അപ്പോൾ ഈ 4 വിഭാഗത്തിനിക്കാണ് ദുനിയാവുള്ളതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫൽ ആമിൽ വൽ ആമിദു സിയാരി ഫിൽ അജ്രി വൽ വിസ്ർ, അതേ ഒരു അമൽ ചെയ്യുന്നവനും അമലിനെ കരുതിയവനും കൂലിയിലും പ്രതിഫലത്തിലും രണ്ടും ഒരുപോലെയാണ്.
അമൽ ചെയ്ത ആളുകൾ അതേ പ്രതിഫലം ആ അമൽ ചെയ്യാൻ കരുതിയവനിക്കുമുണ്ട്. അതേപോലെ തന്നെ ഒരു അമൽ ഒരു മോശമായ പ്രവൃത്തി ചെയ്യുന്നവനിക്ക് ശിക്ഷ ഏതുപോലെയുണ്ടോ അതുപോലെ ആ മോശമായതിനേക്ക് കരുതിയതായ ഒരാൾക്കും ശിക്ഷ അതുപോലെയാണ്. രണ്ടാളെ കുറ്റവും കൂലിയും സമമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നിയ്യത്ത് നന്നാക്കുന്നവരാകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈ മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കണം. ഈ മജ്ലിസ് കൊണ്ട് ഞാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ മഹത്വം കിട്ടണം എന്ന ആഗ്രഹമായിരിക്കണം. അസ്മാഉൽ ബദർ പറയുമ്പോൾ അസ്മാഉൽ ബദറിൻ്റെ പൊരുത്തം കിട്ടണമെന്ന ആഗ്രഹമായിരിക്കണം. ഇതുകൊണ്ട് ഞാൻ വിജയിക്കണം, അതോടൊപ്പം എൻ്റെ ആത്മീയ ശുദ്ധിയും ഉണ്ടാവണം, എനിക്കിതുകൊണ്ട് ദീനി വളർച്ചയുണ്ടാകണം എന്ന നല്ല നിയ്യത്ത് നമ്മളിൽ ഉണ്ടാകണം. അതുപോലെ ഏത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിലെല്ലാം നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജോലികളിൽ നാം നിയ്യത്ത് നന്നാക്കണം. ഞാനൊരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ മുതലാളിക്ക് വഞ്ചന ചെയ്യുന്നവരാകാൻ പാടില്ല. ആ മുതലാളിക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ടാകണം, അതുപോലെ എനിക്കും ഗുണമുണ്ടാകണം. ഞാൻ നല്ലത് സത്യസന്ധത മാത്രം ചെയ്യണം. കാരണം ഇസ്ലാം എന്നോട് സത്യം മാത്രം കൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്നോട് കൽപ്പിച്ചതനുസരിച്ച് മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്ന് നല്ല നിയ്യത്ത് വെച്ചാൽ നിനക്ക് നല്ല കൂലിയുണ്ട്, നല്ല പ്രതിഫലമുണ്ട്. അത് ഇബാദത്തായി മാറുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഇബാദത്തിൻ്റെ പ്രതിഫലം നമ്മളെ ജോലികളിൽ നിന്ന് തന്നെ നമുക്ക് നേടാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ ശ്രദ്ധിക്കണം. ഉമ്മ പെങ്ങന്മാർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത്, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിനിക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്, എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നത്, മറ്റുള്ള വീട് ജോലികളൊക്കെയും ഞാൻ ചെയ്യുന്നത് അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാനാണ് എന്ന നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു ഉമ്മ ജോലി ചെയ്താൽ ആ ഉമ്മക്ക് അത് ഇബാദത്തിൻ്റെ പ്രതിഫലമാണ്. അത് കാരണമായിട്ട് ആ ഉമ്മക്ക് വലിയ പ്രതിഫലം കിട്ടും, അത് കാരണമായിട്ട് വലിയ സ്ഥാനം കിട്ടും. നേരെ മറിച്ച് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് വീട് ജോലികളെല്ലാം ചെയ്യും, പക്ഷെ എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും ശപിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞതാണ്. പെണ്ണുങ്ങൾ കൂടുതലും ശാപം ഇടുന്നവരാണ്. അത്തരം ശാപക്കാരെയാണ് അള്ളാഹിൻ്റെ റസൂൽ നരകത്തിൽ കൂടുതൽ കണ്ടതെന്ന് അള്ളാഹിൻ്റെ ഹബീബ് അവിടെ നിന്ന് ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് വിവരിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്ക് ഈ സമയത്ത് കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ശാപവിമുക്തരായ സ്ത്രീകളാകണം ഉമ്മമാരെ. വീട്ടിൽ ചെയ്യുന്ന ജോലികൾ മുഴുവനും പൊരുത്തത്തോടുകൂടെ ചെയ്യണം. നല്ല ആഗ്രഹത്തോട് കൂലി കിട്ടാനുള്ള ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്നവരാകണം. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമേ വീട്ടുജോലികളും മറ്റുള്ള മുഴുവൻ പ്രവർത്തികളും നാം ചെയ്യാൻ പാടുള്ളൂ. അത് ഏത് പണിയെടുക്കുകയാണെങ്കിലും അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ അള്ളാഹിൻ്റെ തൃപ്തിയെ ആഗ്രഹിച്ചാൽ അത് വലിയ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കി ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്ഹാബുൽ ബദർ